രാവിലെ സഭാ നടപടിക്രമങ്ങൾ 9 മണിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. 9:30 ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. അതിനുള്ള പ്രത്യേക പരിശീലനം ആദ്യമായി ആ സഭയിലെത്തുന്ന സാമാജികർക്കടക്കം എങ്ങനെയാണ് ഇതിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്ന കാര്യം കൃത്യമായി തന്നെ പരിശീലനത്തിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് സ്പീക്കർ പ്രോട്ടൈം സ്പീക്കർ ചേംബറിലിരിക്കുകയും മറ്റുള്ളവർ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാധാരണ ശൈലിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ ഇത്തവണ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 102 അംഗങ്ങളുടെ മൃഗീയമായ പിന്തുണയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സ്പീക്കറാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ അത് വോട്ടെടുപ്പിലൂടെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ നടപടിക്രമങ്ങൾ അങ്ങനെ നടക്കുന്നത്. അതേസമയം LDFിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം 35 പേരുടെ പിന്തുണ മാത്രമായിരിക്കും ലഭിക്കുക. അതേസമയം BJPക്ക് വേണ്ടിയാകട്ടെ ചാത്തന്നൂർ MLA കൂടിയായ BP ഗോപകുമാർ ആയിരിക്കും സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. 3 അംഗങ്ങളാണ് BJPക്കുള്ളത്. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം എടുത്തു പറയാനുള്ള കാര്യം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനെ നേരത്തെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരുന്നു. അത് ഔദ്യോഗികമായി ഇന്ന് സഭയിൽ പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങളും ഒരുപക്ഷെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിലും ഒരു 45 മുതൽ 1 മണിക്കൂർ വരെ നീളുന്ന നടപടിക്രമങ്ങൾ മാത്രമേ ഇന്നുണ്ടാകുകയുള്ളൂ. അതോടെ ഇന്നത്തെ സഭയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാകും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ്. MLA മാർ സത്യപ്രതിജ്ഞ പൂർത്തിയായി. നിയമസഭാ സമ്മേളനം, ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗവർണറുടെ നയപ്രഖ്യാപനം, അത്തരം കാര്യങ്ങളിലുമൊക്കെ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ടല്ലോ. മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഇത്തവണത്തെ സമ്മേളനത്തിന് ഉണ്ടോ? എന്തെങ്കിലും ചർച്ചകളോ മറ്റു കാര്യങ്ങളോ, അത്തരം വിവരങ്ങൾ എന്തൊക്കെയാണ് ഡാൻ? 29-ാം തീയതിയായിരിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുതിയ സഭയെ 16ാം നിയമസഭയെ അഭിസംബോധന ചെയ്യുക. അതിനുശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള വിശദമായ ചർച്ചകളായിരിക്കും 2-3 ദിവസം നടക്കുക. അതിനുശേഷം ബജറ്റ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് 5-ാം തീയതിയാണെങ്കിലും വരുന്ന 5-ാം തീയതിയാണെങ്കിലും ഒരുപക്ഷെ ആ തീയതിയിൽ മാറ്റമുണ്ടായേക്കാം. കുറച്ചുകൂടി സാവകാശം തേടി വിശദമായി കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്കറിയാം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ക്രിയാത്മകമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിൽ സർക്കാരിന് നികുതി ഭാരം പൊതുജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാത്ത തരത്തിൽ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ എന്നാൽ സർക്കാരിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ പഠിച്ചുകൊണ്ടായിരിക്കും ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുക.